ഈ തേപ്പൂട്ടി Yes. കേട്ടോ. അതായത് ഇവിടെ ഒരു ഷർട്ട് ഉണ്ട്, ഇവിടെ ഒരു ബലൂൺ ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഷർട്ട് ധരിക്കണം. സിമ്പിൾ പരിപാടിയാണ്. ഈ ഷർട്ട് എടുത്തിടുക, അതിലെ ബട്ടൺസ് ഒക്കെ ഇടുക. പിന്നെ എന്തിനാ ഈ അത്രേ balloon? ഉള്ളൂ. അതാണ് ഇതിന്റെ ട്വിസ്റ്റ്. അതായത് നമ്മളിങ്ങനെ നിന്നിട്ട് ഈ ബലൂൺ ഇങ്ങനെ തട്ടിക്കൊണ്ട് ഈ ഷർട്ട് എടുത്ത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് അപ്പൊ ബലൂൺ വീണു പോയാലോ? ഇത് ബലൂൺ വീണുപോയാൽ അപ്പ ഔട്ട് ആവും. 60 സെക്കൻഡ് കഴിയുമ്പോ ആരുടെ ഷർട്ടിലാണ് ഏറ്റവും കൂടുതൽ ബട്ടൺസ് ഇട്ടിട്ടുള്ളത് അവരായിരിക്കും വിജയിക്കുന്നത്. മത്സരം ആരംഭിക്കുന്നു. Your time starts now. അടിച്ചോ. തലക്കടിക്കരുത്. താഴെ പോയ ഔട്ടാണ്. അയ്യോ 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 സൂപ്പർ സൂപ്പർ. ബട്ടൺസ് ഇട്ടോളൂ. രേഷ്മ നാട്ടുകാരെ ഓടി വരുന്നു. ഒരു ബട്ടൺസ് എങ്കിലും ഇടൂ ആരെങ്കിലും പ്ലീസ്. 1 ബട്ടൺ 3, 2, 1 0. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അതിമനോഹരമായി ഷർട്ട് ഇട്ടുകൊണ്ട് ജയിച്ചിരിക്കുകയാണ് ദിവ്യ. 15,000 രൂപയുടെ സമ്മാനങ്ങൾ കയ്യറ വേട്ടവളിയ ഞങ്ങൾക്കുള്ളത്. അതും നേടിക്കൊണ്ട് ദിവ്യ മുന്നോട്ട് പോകണം. നന്നായിട്ടൊന്ന് കൈയടിച്ച ഈ സൈഡ്. കമോൺ. KSFയുടെ ഹാർമോണി ചിട്ടികൾ നടക്കുന്നുണ്ട്. അതിൽ പോയി ജോയിൻ ചെയ്യുക. ആദ്യം ജോയിൻ ചെയ്യുന്ന 100 പേർക്ക് ബമ്പർ സമ്മാനമായി ഒരു സിംഗപ്പൂർ യാത്ര സമ്മാനമായി ലഭിക്കും. കേട്ടോ, പോയി ചേരണം കേട്ടാ. ഇനിയിപ്പോ നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് ഒരു സമ്മാനം വേണ്ടേ? ഇവർക്കൊക്കെ വേണ്ടി സമ്മാനത്തിനായിട്ട് നമ്മുടെ ഒരു കിടക്കാച്ചി ചോദ്യമുണ്ട്. സൂര്യ ടിവിയുടെ ഏറ്റവും പ്രിയങ്കരമായ സീരിയലായ പ്രേം പൂജയിലെ ആദിയുടെ ചേച്ചിയുടെ ഭർത്താവിന്റെ പേര് എന്താണ്? ആൻസർ എന്തോ കാണുന്നതാണോ? പറഞ്ഞു. ആര് പറഞ്ഞു? അദ്ദേഹം തന്നെ. ഓടി വാ. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ചേച്ചിക്ക് കിട്ടുകയാണ് ഫാം ഹൗസിന്റെ മിൽക്ക് ആൻഡ് കേർഡ്. ഭാവന സീരിയലിലെ ഭാവനയ്ക്ക് എത്ര സഹോദരന്മാരുണ്ട്? ഒരു കുഞ്ഞു പൈതല് വന്നു. വാ. 4 കറക്റ്റ് ആൻസർ ആണ്. ആരാ പറഞ്ഞു? അമ്മ ആൻസർ പറയൂ. ഭാവനയ്ക്ക് എത്ര സഹോദരൻ? കൊച്ചു പിള്ളേരെ. കറക്റ്റ് ആൻസർ. നല്ലൊരു കൈയടി കൊടുക്കാം. കമോൺ. ഡീപൂൾ കാർ ഷാമ്പു നൽകുന്ന നല്ലൊരു സമ്മാനം. ചാരുലത, ഇത്രയും ക്രൂരത കാണിച്ചിട്ട് എന്തെങ്കിലും ഈ അമ്മായിയോട് ദേഷ്യം തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. വൈ നോട്ട്? യു ആർ എ പാവം ഗേൾ. അതെ, പക്ഷെ അമ്മായിക്ക് എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള കാരണമാണ് എന്റെ അടുത്ത് ദേഷ്യം. പിന്നെ ചാരുവിനെ എല്ലാരും ഇഷ്ടമാണ്. ഒരു 2 വാക്ക് പറഞ്ഞു. അമ്മായിയെ കുറിച്ച് 2 വാക്ക് പറയുന്നത്. അമ്മായിനെ കുറിച്ച് അമ്മായിയെ കുറിച്ച് പറയുന്നതിനേക്കാൾ എനിക്കൊന്ന് ഉമ്മച്ചേച്ചിയെ കുറിച്ച് പറയുന്നതായിരിക്കും നല്ലത്. അതാണ് കൊള്ളാം. അത് വേണോടാ. അത് വേണം. ഈ നാട്ടുകാരെ കറിയിട്ട് ചേച്ചിയുടെ ശരിക്കുള്ള സ്വഭാവം ഭയങ്കര സ്വീറ്റ് ആണ്. എന്ത് നല്ല ജിലേബി ലഡ്ഡു പോലെയാണ് ഇരിക്കണത് അല്ല. ഈ തള്ളും പുളുവൊന്നും കേൾക്കാനുള്ള ശക്തി നീ ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സീരിയലിൽ വന്ന് 10 ദിവസം അഭിനയിച്ചിട്ട് വേണം ബാക്കി വർത്തമാനം പറയാൻ. ഇവിടെ ഷോയിൽ 1/2 മണിക്കൂർ നിന്ന് വർത്തമാനം പറഞ്ഞ ഇവിടെ മുട്ടുകുത്തിയിരുത്തി. അപ്പൊ നമുക്ക് അടുത്ത ലെവൽ മത്സരത്തിലേക്ക് പോകാം. ലെവൽ 3-ലെ 15,000 രൂപ വിലമതിപ്പുള്ള വാഷിംഗ് മെഷീന് വേണ്ടിയുള്ള മത്സരം ഇതാ തുടങ്ങാൻ പോവുകയാണ്. സെറ്റപ്പ് കണ്ടിട്ട് എന്തെങ്കിലും ഗസ് ചെയ്യുന്നുണ്ടോ? ഐഡിയ കിട്ടുന്നുണ്ടോ? എനിക്കെല്ലാം മനസ്സിലായി. ഒന്നുമില്ല. ഈ സ്ട്രോ ഉപയോഗിക്കുക. ഇതിൽ നിന്നും ജ്യൂസ് എടുത്ത് ഇതിലേക്ക് നിറയ്ക്കുക. 60 സെക്കൻഡ് സമയത്തിൽ ഏറ്റവും കൂടുതൽ നിറയ്ക്കുന്ന ആരാണോ അവർ ജയിക്കും. റെഡി? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇതിപ്പോ നിറയോടാ. ഇത് ഏത് ബൗളിലായിരുന്നു ഉണ്ടായിരുന്നത്? ഇതിപ്പോ നിറയോടാ. ഈ ഗപ്പി മീൻ എവിടെയാ കിട്ടിയത്? ഞാൻ കിട്ടി. അയ്യോ ഇത് ഏതാണ്? അയ്യോ ആരുടെ വെളിയിൽ പോണത്? ആദ്യം തുളുമ്പുന്നത് എവിടെയാണ്? തുളുമ്പുന്നത് വീണ്ടും മത്സരത്തിൽ വെച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 30,000 രൂപയുടെ സമ്മാനമായിട്ട് ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള ഒരു സ്ത്രീയാണ് ദിവ്യ ഇവിടെ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. നല്ലൊരു കൈയടി. കമോൺ. അങ്ങനെ പ്രിയപ്പെട്ട ഓഡിയൻസിനുള്ള സമ്മാനം കൊടുക്കാനുള്ള ഒരു ലക്കി ഡ്രോ ആണ് ഇവിടെ എത്താൻ പോകുന്നത്. സാരംഗി മയൂഖ്. സാരംഗി മയൂഖ്.
സാരംഗി മയൂഖ് ആരാ? മോളല്ലേ? ആ ദിവ്യയുടെ സൂപ്പർ, മോളാ. സൂപ്പർ, കേട്ടോ? സൂപ്പർ. അതാണ്. അമ്മ തന്നെ സമ്മാനമായി കൊടുക്കും. ഈസ്റ്റേൺ കറി പൗഡർ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പറാണ് ഈസ്റ്റേൺ 5 ഒന്ന് കൈയടിച്ച് മിനിറ്റ്സ് കൊടുക്കണ്ടേ? സ്പെഷ്യൽ. ഈ കവറിലുണ്ട്, രണ്ടുപേരും ട്രൈ ചെയ്യണം കേട്ടോ. നമ്മൾ പോകാൻ പോകുന്ന ഒരു ജാക്ക്പോട്ട് റൗണ്ടിലേക്കാണ്. ഈ ജാക്ക്പോട്ട് ഒരു ഭാഗ്യ പരീക്ഷണമാണ്. 2 കുടം തൂക്കിയിടും. ആ ഒരു കുടത്തിനുള്ളിൽ ചിലപ്പോ ഇപ്പൊ നേടിയ 30,000 രൂപയുടെ സമ്മാനങ്ങളായിരിക്കും. മറ്റേ കുടത്തിനകത്ത് ഒന്നും ഉണ്ടാവില്ല. അത് അടിച്ച് പൊട്ടിക്കേണ്ടത് ദിവ്യയാണ്. അതിനകത്ത് നിന്ന് ലഭിക്കുന്ന 30,000 രൂപയുടെ സമ്മാനങ്ങളാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ സമ്മാനങ്ങൾ നമുക്ക് ലഭിക്കുന്നു, നമുക്കത് കൊണ്ടുപോകാം. പക്ഷെ അല്ല, ഒന്നും കിട്ടിയില്ലെങ്കിൽ ആ സമ്മാനങ്ങളെല്ലാം പോകുന്നത് രേഷ്മയ്ക്കായിരിക്കും. രേഷ്മയ്ക്കായിരിക്കും. ഇതിൽ ഇഷ്ടമുള്ളത് ദിവ്യക്ക് അടിക്കാം. ദിവ്യ ആരെ കൊണ്ട് അടുപ്പിക്കുന്നേ? ക്രിസ്ത്യന്തോണ് അടിച്ച് പൊട്ടിക്കേണ്ടത് കേട്ടാ. ഏതാ പൊട്ടിക്കേണ്ടെന്ന് പറഞ്ഞു. ഓഡിയൻസിന്റെ അഭിപ്രായം ചോദിക്കണം. ചോദിച്ചോ ഓഡിയൻസ് ഏത് പൊട്ടിക്കണോ? ഏതാ? ഇതാണോ ഏതാ? ഇത് ഇതില് ഞാൻ മാത്രമായിട്ട് ഭാഗ്യം പരീക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. Okay. അതുകൊണ്ട് രേഷ്മയും കൂടെ കൊണ്ടുപോയി പരീക്ഷിക്കാം. ജാക്ക്പോട്ട് ലെവൽ ആരാണ് ജയിച്ചിരിക്കുന്നതെന്ന് അറിയാൻ ഇതാ മുട്ട തുറന്നിരിക്കുകയാണ്. കളച്ചാച്ചാ